ഒരു എക്സൽ ഫയലിൽ എങ്ങനെ വാട്ടർമാർക്ക് നൽകാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇൻസേർട്ട് മെനുവിൽ നിന്ന് ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുക. വേണ്ട ഫോണ്ട് കാര്യങ്ങൾ ടൈറ്റിൽ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു ഇമേജ് നിൽക്കുന്ന പോലെ ഈ വൈറ്റ് കാണുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ അടിച്ചത് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നില്ല. ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഫോർമാറ്റ് ഓപ്ഷനിൽ നിന്ന് നോ ഫിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്, പക്ഷേ ഇതിന് ചുറ്റുമായിട്ടൊരു ലൈൻ കാണാൻ. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഫോർമാറ്റ് ഓപ്ഷനിലെ നോ ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ഫിൽ ഓപ്ഷനിൽ നിന്ന് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് അതിനുശേഷം മോർ ഗ്രേഡിയൻറ്റിൽ നിന്നും വീണ്ടും സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ദെൻ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഫോണ്ടിനെ വലുതാക്കാനും തിരിക്കാനും വേണ്ടി നമുക്ക് സാധിക്കും. ഈ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. 2 വരിയായി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് നീളത്തിൽ വരുന്നതാണ്. ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഒരു സമയം ഒരു പേജിൽ മാത്രമേ വാട്ടർമാർക്ക് വരികയുള്ളൂ. ഒരുപാട് പേജുകളുണ്ടെങ്കിൽ അടുത്ത മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇതിനായി ഇൻസേർട്ട് മെനുവിൽ നിന്ന് ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷൻ്റെ വലതുഭാഗത്തുള്ള ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നടുവിലെ ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനോ അല്ലെങ്കിൽ ലോഗോ, ഇമേജ് ഇവ ആഡ് ചെയ്യുവാനോ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ സെലക്ട് ചെയ്ത ഇമേജ് വന്നിരിക്കുന്നത് മുകൾ വശത്തായിട്ടാണ്. ഇതിനെ താഴേക്ക് നീക്കുവാൻ വേണ്ടി വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് നൽകിയാൽ മതി. ആവശ്യത്തിന് എൻ്റർ ചെയ്തതിന് ശേഷം ഇനി ഈ ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റായിട്ട് വരുവാൻ വേണ്ടിയുള്ള സെറ്റിങ്സ് നോക്കാം. ഹെഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഡിസൈൻ മെനുവിൽ നിന്നും ഫോർമാറ്റ് പിക്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്തെ പിക്ചറിൽ നിന്നും നമ്മൾ വാഷ് ഔട്ട് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഡോക്യുമെൻറ്റിൽ എത്ര പേജുകളുണ്ടോ ആ പേജുകളിലെല്ലാം വാട്ടർമാർക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കളർ ഇമേജ് ആവശ്യമില്ലെങ്കിൽ ഫോർമാറ്റ് പിക്ചർ മെനുവിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലഭിച്ച ഇമേജ് ഹാർഡ് ഇമേജാണ്. ഇതിനെ ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടി വീണ്ടും ഫോർമാറ്റ് പിക്ചർ മെനുവിൽ പോയി വാഷ് ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ നൽകുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ പേജിനകത്തും ഈ വാട്ടർമാർക്ക് വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ആണെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് ഓപ്ഷനും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ചാനലിലെ മറ്റു വീഡിയോകൾ കൂടി ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ പിക്ചറിൻ്റെ കളർ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീണ്ടും മെനുവിൽ നിന്ന് കളർ സെലക്ട് ചെയ്താൽ മതി. അത് പ്രിൻ്റ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ, താങ്ക് യു.